ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റ് കോൺ കൊണ്ടുള്ള റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഒരു സ്വീറ്റ് കോൺ ചില്ലി. അതെങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. അതിന് ഞാനിവിടെ സ്വീറ്റ് കോൺ എടുത്ത് അതിൽ നിന്ന് ലെയറായിട്ട് അതെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്. കോൺ തനിയെ എടുത്ത് മാറ്റുന്നുണ്ട്. ഫസ്റ്റ് ലെയർ നമുക്ക് കത്തി ഉപയോഗിച്ച് എടുത്ത ശേഷം ബാക്കിയുള്ള ലെയറിൽ ഇതേപോലെ നമുക്ക് കൈകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇതേപോലെ എല്ലാ കോണും ഇങ്ങനെ എടുത്ത് മാറ്റാം. നമുക്ക് ഇതേപോലെ പെട്ടെന്ന് എടുത്ത് മാറ്റാം, ഈസി ആയിട്ട് കിട്ടും. ഫസ്റ്റിൽ ഒരു ലെയർ മാത്രമാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക എടുക്കാൻ വേണ്ടിയിട്ട്. അത് കത്തി ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് തള്ളി കൊടുക്കുമ്പോൾ അത് കിട്ടും. അതിനുശേഷം രണ്ടാമത്തെ ലെയറിലിരുന്നതെല്ലാം ഇതേപോലെ നമുക്ക് കൈകൊണ്ട് ഇതേപോലെ എടുക്കാൻ പറ്റും. അതുപോലെ എടുത്തെല്ലാം മാറ്റി വയ്ക്കുക. ഇനി ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കോൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 2 കപ്പ് വരുന്നുണ്ട് കോണ് ഞാൻ എടുത്തത്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലോണം തിളപ്പിക്കണം. ഒരു 3-4 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. ആ സമയത്തിനുള്ളിൽ ആ കോൺ നന്നായിട്ട് വെന്ത് കിട്ടും. സ്വീറ്റ് കോൺ ആയതുകൊണ്ട് അധികം വേവ് ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അതിനുശേഷം നമ്മൾ അത് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മളൊന്ന് മാറ്റി വെച്ച് കുറച്ച് ചൂടാറിയ ശേഷം നമ്മൾ അതിൻ്റെ നിന്ന് കോൺ വെള്ളത്തിൽ നിന്ന് തനിയെ മാറ്റിയെടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 2 ടീസ്പൂൺ അളവ് കോൺഫ്ലോർ മാവ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, ഞാൻ അവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്, ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ നോർമൽ മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഓയിൽ ചൂടാവുന്ന സമയത്ത് നമ്മളെടുത്ത് മിക്സ് ചെയ്ത് വെച്ച കോൺ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതൊരു 2-3 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇടയിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇളക്കി എടുക്കുക. അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ച അതേ എണ്ണയിൽ തന്നെ ഞാനിവിടെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ അളവ് വരും. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് വഴണ്ട് വന്ന ശേഷം അതിലേക്ക് ഒരു സബോള, ഞാനിപ്പോൾ ഇവിടെ ചെറിയ സബോള എടുത്തിരിക്കുന്നത്, ഞങ്ങളുടെ അടുത്ത് വലിയ സബോള എന്നുണ്ടെങ്കിൽ 1/2 സബോള എടുക്കുക. അത് കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ അധികം ചേർക്കരുത് പച്ചമുളക്, നമ്മളിതിൽ മുളക് പൊടി ചേർക്കും. അപ്പോൾ ഇത് സബോളയും വെളുത്തുള്ളി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഈ സബോളയ്ക്ക് ആവശ്യമായിട്ടുള്ള സാൾട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചില്ലി പൗഡർ ഒരു 1/4 ടീസ്പൂൺ, അതേപോലെ ടൊമാറ്റോ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോൺ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ചാറ്റ് മസാല ഒരു 1/4 ടീസ്പൂൺ, ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ചേർക്കണ്ട. അതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളത് എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഈവനിങ് സ്നാക്സ് പോലെ ഉപയോഗിക്കാം. കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും. ഇത് ടൊമാറ്റോ സോസെല്ലാം ചേർത്തത് കൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടായ റെസിപ്പി ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.